ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. കിട്ടിയ അടിക്ക് പകരം വീട്ടാൻ സ്കൂൾ വിട്ടതിന് ശേഷം സഹപാഠിയുമായിട്ട് അടികൂടിയ മങ്ങിയൊരു ഓർമ്മയുണ്ട് കൗമാരകാലത്തിൽ. പിന്നീട് വളർന്നപ്പോൾ ശാരീരികമായി അടിയേറ്റ അനുഭവങ്ങളൊന്നും ഓർക്കുന്നില്ല. മാനസികമായും ആളുകളിൽ നിന്ന് അധികം അങ്ങനെ അടിയേറ്റിട്ടില്ല. പക്ഷേ മനസ്സിനേറ്റ വളരെ കുറച്ചടികൾ മനസ്സിനെ നീറ്റിയതും പകരമായി മനസ്സിലിട്ട് വേദനിപ്പിച്ചവരെ തല്ലിച്ചതച്ചതും ഓർത്തെടുക്കാനാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ലജ്ജിപ്പിച്ചുകൊണ്ട് നസ്രത്തിലെ ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. ഫരിസേയർ യേശുവിനെ കൊല്ലാനായി ആലോചന നടത്തി. ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് പിൻവാങ്ങി. തന്നെ അനുഗമിച്ചവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. ഇതെങ്ങനെ സാധിക്കുന്നു? മനഃശാസ്ത്ര ക്ലാസ്സുകളിൽ അതിൻ്റെ ഒരു വിശദീകരണം പഠിച്ചിട്ടുണ്ട്. അത് തന്നെ കുറച്ചുകൂടി കാവ്യാത്മകമായി പറഞ്ഞു തരുന്നത് ബോബി ജോസച്ചനാണ്. മുറിവേൽപ്പിക്കപ്പെട്ടവന് മുമ്പിൽ 3 വഴികളുണ്ട്. ഒന്ന്, റിറ്റാലിയേഷൻ, പകരം ചോദിക്കലിൻ്റെ വഴി. കിട്ടിയ അടി തിരിച്ചു കൊടുക്കാനുള്ള സഹജവാസന. മുറിവേറ്റ മൃഗം വേദനിപ്പിച്ചയാളുടെ ചോരയ്ക്കായി പതിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ. രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പകരം വീട്ടാൻ പകരക്കാരനെ കണ്ടുപിടിക്കുക. കിട്ടിയ വേദനയും മുറിവുകളും തിരിച്ചു കൊടുക്കാനായി വേട്ടക്കാരനെയല്ല, പുതിയൊരു ഇരയെ കണ്ടെത്തുന്ന രീതി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ആലായി. ചെറുപ്പത്തിലേറ്റ മുറിവുകൾ, ജീവിതത്തിൽ പല ആളുകളിൽ നിന്നായി ലഭിച്ച വ്രണങ്ങൾ വേറെ പലരിലേക്കും അറിഞ്ഞും അറിയാതെയും ഏൽപ്പിച്ച് തൃപ്തിയടയുന്ന മനുഷ്യർ. അതിൽ നമ്മളും ഉണ്ടാകാം. മൂന്നാമത്തത് സബ്ലിമേഷൻ, ഉദാത്തീകരണം. കഴിഞ്ഞ ആഴ്ച ഒരു അവാർഡ് ദാന ചടങ്ങിൽ അപമാനിക്കപ്പെട്ട ആസിഫ് അലി ഒരു ചിരിയോടെ ആ നിമിഷത്തെ നേരിട്ടു എന്ന് മാത്രമല്ല, പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ വന്ന് തന്നെ അപമാനിച്ചതിന് നാട്ടുകാർ മുഴുവൻ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന സംഗീതജ്ഞനു വേണ്ടി സംസാരിക്കുന്നത് കണ്ടില്ലേ? ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ആരെയും വേട്ടയാടല്ലേ, ഞാനും കുറെ അനുഭവിച്ചതാണ്. മുറിവേൽപ്പിക്കപ്പെട്ടയാൾ ആരെയും മുറിപ്പെടുത്താതെ മുറിവേൽപ്പിച്ചവനെയും മറ്റുള്ളവരെയും സൗഖ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതാണ് സബ്ലിമേഷൻ. തനിക്കേറ്റ മുറിവുകൾ തിരുമുറിവുകളാക്കുന്ന മായാജാലത്തിൻ്റെ നേർസാക്ഷ്യം. യേശുവിലേക്ക് തിരിച്ചു വരാം. കൊല്ലാൻ നോക്കിയവരുടെ ഇടയിലൂടെ ബഹളങ്ങളില്ലാതെ അകന്നുപോയ യേശു കണ്ടുമുട്ടിയവരെ മുഴുവൻ സുഖപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ്. മുറിവുകളെ തിരുമുറിവുകളാക്കുന്ന മായാജാലം ശീലിക്കാൻ ഞാൻ എന്തായാലും ആ നസ്രായൻ്റെ അക്കാഡമിയിൽ ചേർന്നു.